ഹായ് ഫുഡീസ്, ചോക്ലേറ്റ് ലവേഴ്സിന് വേണ്ടി ഒരു ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ലിക്വിഡൊക്കെ ചേർത്ത് വായിലിട്ടാൽ അലിഞ്ഞു പോവും. അപ്പോൾ വാ, എന്നോടൊപ്പം കുക്ക് ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ടയിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീറ്ററിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം മുട്ട ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര വരെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതച്ച് നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇതാ നോക്കൂ, ഇതിപ്പോൾ നല്ല ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒന്നും കൂടെ ബീറ്ററിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് അടിച്ചടിച്ചടിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ ചോക്ലേറ്റ് പൗഡർ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചരിച്ച് നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിലോട്ട് ചേർത്തിട്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മാവും എല്ലാം കൂടെ മുട്ടയുടെ മിക്സും കൂടെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ബാക്കി മാവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബാക്കി മാവും എല്ലാം കൂടെ ഇതിലേക്ക് ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലെത്തിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു രീതിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കേക്ക് ടിൻ തയ്യാറാക്കി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓവനിലോ കുക്കറിലോ വച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് നന്നായിട്ട് അലിയിച്ചെടുത്ത് ഇതാ നല്ല ഒരു ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ണം ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള ലിക്വിഡ് തയ്യാറാക്കാം. അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് പാല് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതാണ് പാലിൻ്റെ പ്രത്യേകത. ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, ഗ്യാസിൻ്റെ പുറം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഗ്യാസ് പൊങ്ങിയതൊക്കെ ഒന്ന് താത്തിയതിന് ശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇതിനകത്തേക്ക് ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് തിക്കാവുന്നത് വരെ യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ലിക്വിഡ് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കെടുത്ത് മണ്ടയൊന്ന് വെട്ടി മാറ്റിയതിന് ശേഷം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് കുത്തി കൊടുക്കണം. ഇതിനകത്തേക്ക് ലിക്വിഡ് ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ കുത്തിക്കിടക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നിറയെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ആ ലിക്വിഡ് കേക്കിനെ നന്നായിട്ട് കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചത് ഒരു നോസിലിട്ട് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്താ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഡെക്കറേഷൻ ആയാലോ, ബദാമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മണ്ടയിലൊന്ന് തൂകിയതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. പിസ്തയും ബദാമും കാഷ്യും ഒക്കെ ആവാം. ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ചോക്ലേറ്റിൻ്റെ ഗനാഷ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുക്കാം.
എന്ത് വന്നാലും ഡെക്കറേഷൻ ഒരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞ് കേക്കിൻ്റെ മണ്ടയിൽ കൂടെ ഗനാഷ് വെച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് കാണാൻ തന്നെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലിങ് റാപ്പ് വെച്ച് നമ്മുടെ കേക്ക് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കാം. ഇതാ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എടുത്തിട്ടുണ്ട്, കേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തണുത്ത ഒരു ട്രസ്ലെച്ചേഴ്സ് കേക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ പാലിൻ്റെ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് വേറൊരു ലെവലാവും. അങ്ങനെ ഒരു ചോക്ലേറ്റ് ട്രസ്ലെച്ചേഴ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.